വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് എഗ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഞാൻ അതിനായിട്ട് 2.5 ഗ്ലാസ് ബിരിയാണി അരി എടുത്തിട്ടുണ്ട്, ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, പിന്നെ പെരിഞ്ജീരകം പൊടിച്ചത് എടുത്തിട്ടുണ്ട്, പിന്നെ 2 ഗ്രാമ്പൂ, 4 ഏലക്ക, പട്ട, ബേ ലീഫ് അതെടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആദ്യം കുക്കറിൽ നമ്മൾ ഈ ഗ്രാമ്പൂ, പട്ട അതൊക്കെ ഇടുക. എന്നിട്ട് നമ്മൾ കഴുകി വെച്ച അരി ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര അരിയാണ് എടുത്തത് അതിൻ്റെ ഇരട്ടി വെള്ളം ചേർക്കണം. ഞാനിവിടെ 2.5 ഗ്ലാസ് അരിയാണ് എടുത്തത്, അപ്പോൾ അതേ ഗ്ലാസ്സിൽ തന്നെ 5 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക, ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് അത് വേവാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ കുക്കറിൽ ഞാനത് തയ്യാറാക്കാൻ വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ നമ്മൾ 4 മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് തണുത്ത വെള്ളത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കതിനെ ക്ലീനാക്കി എടുക്കണം. പിന്നെ നേരത്തെ എടുത്തു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടെ ഒന്ന് അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. അതും അരച്ചെടുത്തിട്ട് വരാം. അപ്പോഴേക്കും നമ്മുടെ ചോറായിട്ടുണ്ട്. എന്നിട്ട് ആ ചോറ് ആറാൻ വയ്ക്കണം. ചൂട് ചോറ് നമ്മൾ ആറാൻ വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഒരു 4 ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ പീസാക്കുക. ഇത് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. അതിന് ഞാൻ വെളിച്ചെണ്ണയിൽ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബ്രൗൺ ഷെയ്ഡ് ആവണ വരെ ഒന്ന് ടോസ്റ്റ് ചെയ്യുക. ബ്രെഡ് ഇട്ടാൽ ബിരിയാണിയുടെ ടേസ്റ്റ് ഒന്ന് വെറൈറ്റി ആവണം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഇഞ്ചി, മുളക്, വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ അരച്ച് വെച്ചത് ആഡ് ചെയ്യുക. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആ പച്ചമണക്കൊന്ന് മാറണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് പെരിഞ്ജീരകം പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ലഞ്ച് ബോക്സ് വീഡിയോയിൽ ഞാനത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആ സവോള അരിഞ്ഞ് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. സവോള ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സവോള വേഗം വഴറ്റി കിട്ടാനും അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൽ കുറച്ച് എണ്ണ കുറവ് പോലെ തോന്നിയുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതെ നോക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് ബ്രൗൺ ഷെയ്ഡ് ആയതിനു ശേഷം നമുക്ക് മസാല ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ ആദ്യം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, കുരുമുളക് പൊടി ആവശ്യത്തിന്, ചിക്കൻ മസാല ആവശ്യത്തിന്, എല്ലാം ആവശ്യത്തിന്. എരിവൊക്കെ അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. എനിക്ക് അങ്ങനെ കറക്റ്റ് കണക്ക് പറയാൻ അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒരു അളവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മുട്ട പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ അത് പൊടിയാതെ സൂക്ഷിക്കണം. ഞാൻ ഇവിടെ കുറച്ചൊക്കെ ഒന്ന് പൊടിഞ്ഞു പോയിട്ടുണ്ട്. ആ മസാലക്കയിൽ നന്നായി മിക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അത് അടച്ചുകൂടെ വെക്കണം. ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. അതിനുശേഷം നോക്കുമ്പോൾ ആ എണ്ണയൊക്കെ ഇങ്ങനെ പൊന്തി ഇതുപോലെ പത വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ബ്രെഡ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ടോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയൊക്കെ എല്ലാത്തേക്കും ആവുന്ന പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് റൈസ് ഇടുക. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച റൈസ് ഇടുക. നന്നായിട്ട് ആറിയതിന് ശേഷം വേണം ഇടാൻ. അതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയൊക്കെ എല്ലാ അരിമണിയിലേക്കും മസാല ആവുന്ന വിധത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നമുക്കിത് ഇതുപോലെ കിട്ടും. നമ്മുടെ ബിരിയാണി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഉണ്ടാക്കുമ്പോഴേ നല്ല വിശക്കുന്നുണ്ടായിരുന്നു. ഇനി അതിൽ മല്ലിയിലയും പുതിനയിലയും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുകൂടിയായാൽ നമ്മുടെ ബിരിയാണി സെറ്റാണ്. ഇനി ഒരു 2 മിനിറ്റ് അടച്ച് വയ്ക്കുക. അത് കഴിഞ്ഞ് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബിരിയാണി. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.